ഓം ശാന്തി. കുറേ ആളുകളെ നമുക്ക് കാണാം, എന്തൊക്കെ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ ഇല്ലാത്തതിനെ ഓർമ്മിച്ച് പരാതി പറയാനേ അവർക്ക് സാധിക്കുള്ളൂ. അവരുടെ വീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവരോട് മോശമായി പെരുമാറുന്നവരുടെ ലിസ്റ്റേ അവരുടെ കയ്യിലുണ്ടായിരിക്കുള്ളൂ. കഴിഞ്ഞ ഓഫീസിലെ ബോസിനെ കുറിച്ച് അവർക്ക് പരാതിയായിരിക്കും, അയാളെ സഹിക്കാൻ പറ്റാതെ ഓഫീസ് വിട്ടു വന്നതായിരിക്കും. ഈ ഓഫീസിൽ ഇപ്പോഴുള്ള ബോസിനെ കുറിച്ച് അവർക്ക് പരാതിയായിരിക്കും. ഇനി ആ ഓഫീസ് ഒഴിവാക്കി വേറൊരു ഓഫീസിൽ കൊണ്ടാക്കി കൊടുക്കാൻ നോക്കിയാൽ അവിടെയുള്ള ഓഫീസിനെ കുറിച്ച് നമ്മൾക്ക് പരാതിയേ ഉണ്ടായിരിക്കുള്ളൂ. അവരെ സമൂഹത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള സമൂഹത്തിലെ നിയമങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും. നാട്ടുകാരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റ ദൂഷ്യങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും. ഹോസ്പിറ്റൽസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സർവീസിലെ പ്രോബ്ലംസ് ആയിരിക്കും. ഇങ്ങനെ അവർക്ക് പരാതിയില്ലാത്തതായിരിക്കുന്ന ഒരു ഘടകങ്ങളും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് അവരുടെ ജീവിതത്തിൽ എവിടെയും എത്താനൊട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എന്താ റീസൺ എന്നറിയോ? നമ്മൾ സാധാരണ പറയും, നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ആഗ്രഹം അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. എന്നുവെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് നിങ്ങൾക്ക് സത്യമാവുമെന്ന്. പക്ഷേ വാസ്തവത്തിൽ അതിനേക്കാളേറെ റിയലായിട്ടൊരു ഫാക്ടർ, എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് എന്ത് നിങ്ങളാണോ അതാണ് നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നാണ് പറയുക. ഞാൻ എന്തോ അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് എൻ്റെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോവാറില്ല. ഞാൻ എന്തോ അതിനേക്കാൾ നന്നായിട്ട് എൻ്റെ റിലേഷൻ എനിക്ക് കിട്ടാറില്ല. ഞാൻ എന്തോ അതിനേക്കാൾ നന്നായിക്കൊണ്ട് എനിക്ക് എൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും നടക്കില്ല. ഞാൻ എന്തോ അതാണ് എൻ്റെ അടുത്ത് വന്നു ചേരുന്നതെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവരെക്കുറിച്ചും പരാതിയായതുകൊണ്ട് അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണ്, അവരുടെ മനസ്സിനുള്ളിൽ എല്ലാ സമയത്തും നെഗറ്റീവായിട്ട് അവരെന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നു, ഇവരെന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നു, അവർക്ക് അങ്ങനെ അറിയൂ, ഇവർക്ക് എങ്ങനെ അറിയൂ, എറ്റ്സെട്ര 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 വന്നുകൊണ്ടേയിരിക്കും. അത് തന്നെ അവരുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഡേ ബൈ ഡേ കുറേയും കൂടെ സംഘർഷങ്ങളും ദുഃഖവും ടെൻഷനും കൂടിക്കൊണ്ടേയിരിക്കും നമുക്ക് കാണാം. ഒരിക്കലും അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കുന്ന മൊമെൻറ്റ്സ് ഇല്ലാതെ ആകുന്ന അവസ്ഥയിലേക്ക് വരെ നീങ്ങുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മനസ്സിൻ്റെ ഒരു കളിയാണ്. എന്താണോ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഒരു വരാൻ പോകുന്ന ഭവിഷ്യത്ത് അഥവാ ആപത്ത് അല്ലെങ്കിൽ മോശമായത് അങ്ങനെ എന്തുണ്ടോ അത് കാണിച്ചു തരിക എന്നുള്ളത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പരീക്ഷയിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന് കാണിച്ചൊന്ന് പേടിപ്പിക്കാൻ നോക്കും. ഒരു ജോലിക്കാരനാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടേക്കാം എന്ന് കാണിച്ചു തന്നുകൊണ്ട് നിങ്ങളെ പേടിപ്പെടുത്തി നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കും. ഒരു റിലേഷനെ കുറിച്ചാണെങ്കിൽ ആ റിലേഷൻ നമുക്ക് നഷ്ടമാകോ എന്ന് പേടിപ്പിച്ചിട്ട് പലതും നമ്മളെ കൊണ്ട് ചെയ്യിച്ച് ആ റിലേഷൻ നഷ്ടമാക്കിക്കാൻ നോക്കും. ഇത് മനസ്സ് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നതായിട്ടൊരു കെണിയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും കാണിച്ചു തരിക എന്നുള്ളത്. എന്ന് കരുതിയിട്ട് മറ്റൊരാൾ കാണിച്ചു തരികയല്ലല്ലോ, നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ഇതൊക്കെ നടക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പം അങ്ങനെ കാണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പല പാഠങ്ങളും നമ്മൾ പലപ്പോഴും പഠിച്ചു. എങ്ങനെ മനസ്സിലെ പേടിയുടെ ഫയൽ റെക്കോർഡാകുന്നു, എങ്ങനെ സേവ് ചെയ്യപ്പെടുന്നു, അതെങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിവേ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഫയലുകളുടെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ മനസ്സ് ഇത്തരത്തിലായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു ചിത്രം കാണുന്ന സമയത്ത് ആ ഒരു ചിത്രത്തിന് ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിനെ അതിജീവിക്കണം എന്ന ഒരു ട്രെയിനിങ് നമ്മൾ മനസ്സിൽ കൊടുക്കാത്തിടത്തോളം കാലം അത്തരം ഒരു കാര്യം കാണും. ആ കാര്യം കണ്ടു കഴിയുന്നതോടുകൂടി നമ്മുടെ അടുത്ത തോട്ട് ആ അനുസരിച്ചതായിട്ടുള്ള തോട്ട് വരും. അങ്ങനെ നമ്മുടെ ആക്ഷൻസ് ആ രീതിയിലായിട്ട് മാറും. നമ്മുടെ പേഴ്സണാലിറ്റി ആ നെഗറ്റീവ് ലെവലിലേക്ക് മാറും. അതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഹാപ്പിനെസ്സും നഷ്ടമാവും. ജീവിതം അവസാനം പറഞ്ഞു വരുമ്പോൾ ഫെയിലിയറിൻ്റെ അഥവാ തോൽവികളുടെ കണക്ക് നിരത്തുന്ന ജീവിതമായിട്ട് അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാറ്റാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിനെ മാറ്റിയിട്ട് നമുക്ക് മാറാനാവില്ല. ആ സമയം ആ കാര്യത്തിലുള്ളതായിട്ടുള്ള കാഴ്ചപ്പാടിന് നമുക്ക് മാറ്റാൻ സാധിക്കും. മനസ്സിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണോ മോശമായിട്ടൊരു ദൃശ്യം മനസ്സ് കാണിച്ചു തരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു 10 കാര്യങ്ങൾ നല്ലത് അതിന് കേൾപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്കറിയാലോ, ആദ്യമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുമ്പോൾ എത്രയോ തവണ പോയി ഇത് ആക്സിലറേറ്ററാണ്, ഇത് ബ്രേക്കാണ്, ഇത് ക്ലച്ചാണെന്നുള്ളത് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആധാരത്തിൽ കുറേ നിരന്തരമായിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഡ്രൈവിംഗ് എന്നൊരു കല നമ്മൾ സ്വന്തമാക്കുന്നത്. എഴുതാൻ പഠിച്ചപ്പോൾ അമ്മ കൈ പിടിച്ച് താ റാ പാ റാ നമുക്ക് എഴുതി പഠിപ്പിച്ചു തന്നു. അത് പിന്നെ എത്രയോ തവണ എഴുതിയിട്ടാണ് എഴുതാൻ നമുക്ക് സുഖമായിട്ട് മാറുന്നത്. വലത് കൈ കൊണ്ട് എഴുതുന്നവർ വലത് കൈ കൊണ്ട് എഴുതാൻ തുടങ്ങി, ഇടത് കൈ കൊണ്ട് എഴുതുന്നവർ ഇടത് കൈ കൊണ്ട് എഴുതാൻ തുടങ്ങി. ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കി എഴുതായിട്ടുള്ള ശീലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി കാലഘട്ടത്തിൽ നിരവധി തവണയിൽ നമ്മുടെ നിരന്തര പരിശ്രമം കൊണ്ട്
കൊണ്ടാണ് ജീവിതത്തിലതായിട്ടുള്ള പല സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇതേ പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ മതി. നിരന്തരമായിട്ട് ഏത് കാര്യമാണോ മനസ്സിനെ കൊണ്ട് ആവർത്തിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, മനസ്സ് ആ രീതിയിലേക്ക് ടേൺ ചെയ്യും. ഒരിക്കൽ ആ രീതിയിലേക്കുള്ളതായിട്ടുള്ള ഫയൽസ് ആക്റ്റീവ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൽ എല്ലാത്തിലും പോസിറ്റീവ് കാണുന്ന ഒരു സംസ്കാരം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ മാറ്റം സംഭവിക്കുകയായി. പിന്നെ നിങ്ങൾക്ക് തോന്നിപ്പോവും ഈ ലൈഫ് മാജിക്കലായിരിക്കുന്ന ലൈഫാണ്, എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ, ഈ ലോകത്ത് എല്ലാവരും നല്ലവരാണ് എന്നുള്ള മനോഭാവത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റം വരും. അതിന് ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെയാണ് മനസ്സിന് ട്രെയിനിങ് കൊടുക്കണ്ടേ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് പറയുകയാണ് എനിക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സ് പറയുകയാണ്. അപ്പോൾ തിരിച്ചു പറഞ്ഞേക്കുക, ഇന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒരു 10 സന്ദർഭം ഓർമ്മിപ്പിക്കുക, കാണിച്ചു കൊടുക്കുക. ആ സമയത്ത് ഇത് ചെയ്യാതിരുന്നല്ലോ, ഈ സമയത്ത് ഇത് ചെയ്യാതിരുന്നല്ലോ, അങ്ങനെ ഒരു 10 സന്ദർഭം മനസ്സിന് കാണിച്ചു കൊടുത്താൽ മനസ്സ് പറയും ഓക്കെ, ദേഷ്യപ്പെടാതെയും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് എൻ്റെ ഒരു റിലേഷനിലുള്ള ഒരാളെക്കുറിച്ച് മോശമായിട്ടുള്ളൊന്ന് മനസ്സ് കാണിച്ചു തരുമ്പോൾ അയാളുടെ 10 ക്വാളിറ്റി, ഈ സമയത്തായാലും ഇങ്ങനെ നന്നായി പെരുമാറിയില്ലേ, ഈ സമയത്തായാലും ഇങ്ങനെ നന്നായി പെരുമാറിയില്ലേ, നോക്കി ഇത്രയൊക്കെ അയാൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ലേ, ഇങ്ങനെ അയാളുടെ 10 സ്പെഷ്യാലിറ്റി ലിസ്റ്റ് ചെയ്തിട്ടിട്ട് മനസ്സിനെ കാണിച്ചു കൊടുക്കുക. അവിടെ മനസ്സ് അംഗീകരിക്കും, ഓക്കെ അയാളിൽ നിന്ന് ഗുണങ്ങളൊക്കെ ഉണ്ട്, അയാൾ നല്ലതാണ്. അഥവാ എന്തെങ്കിലും ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യാനാവില്ല എന്നുള്ളതായിരിക്കുന്ന ഭയം നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾ ചെയ്ത് വെച്ചതായിരിക്കുന്ന പല കാര്യങ്ങളും ലൈഫിലുണ്ടാവും. അങ്ങനത്തെ 10 കാര്യത്തിന് മനസ്സിനെ എടുത്ത് കാണിച്ചു കൊടുക്കുക. ദാ ഇന്നതൊക്കെ നീ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കത് സാധിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിന് ബോധ്യപ്പെടുത്തുക. അങ്ങനെ ഓരോ പ്രാവശ്യം മനസ്സ് ഓരോന്ന് പറയുമ്പോൾ ഒരു 10 തവണയെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുക. കാരണം മനസ്സ് നമ്മുടെ അടുത്ത് പറയുകയല്ല ചെയ്യുന്നത്, മനസ്സ് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിൻ്റെ അടുത്ത് അപ്പം തന്നെ ആ മനസ്സിൻ്റെ സ്ക്രീനിൽ ബുദ്ധിയാകുന്ന ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ദൃശ്യങ്ങളെയും ഒന്നുകൂടെ റീകോൾ ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുക, ഇന്നതൊക്കെ നീ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കിത് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നല്ലവരാണ് അവർ, അതുകൊണ്ട് അവർ നല്ലവരാണ്. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇന്ന രീതിയിലൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എന്ത് നമ്മളുള്ള നെഗറ്റീവ് വരുന്നോ അതിനൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന 10 പോസിറ്റീവായിട്ടുള്ള കാര്യത്തിനെ കാണിച്ചു കൊടുക്കുക, അതിനെ ഫീൽ ചെയ്യിച്ചു കൊടുക്കുക, യെസ് യു ക്യാൻ ഡു ഇറ്റ് എന്ന്. അങ്ങനെ മനസ്സിന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയാൽ ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുക, ഒരു തോട്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ സ്പെഷ്യാലിറ്റി അത് ഫാസ്റ്റായിട്ട് യാത്ര ചെയ്യുന്ന ഒന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് സിമ്പിളായിട്ട് നോക്കിയാൽ മതി. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പ്രോഗ്രാം നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് കാണുക എന്ന് വിചാരിച്ചോളൂ. അത് കാണാൻ വേണ്ടി എടുത്ത് സെർച്ച് ചെയ്യുകയാണ്. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനൊരു പരസ്യം വന്നു. ആ പരസ്യത്തിൽ ഒരു നല്ല ഉടുപ്പ് കാണിച്ചു, നല്ല ചുരിദാർ കാണിച്ചിരിക്കുന്നു. അപ്പോൾ കണ്ട വശം ഇവിടെ മനസ്സ് പറയും, അന്ന് കല്യാണത്തിന് പോകേണ്ടതല്ലേ, ഈ ചുരിദാർ നല്ലതല്ലേ നോക്കിയേ, ആ ചുരിദാർ നല്ലതാണ്, ഇത് ആ ഷോപ്പിൽ പറഞ്ഞപ്പോൾ എത്ര വിലയായിരുന്നു നോക്കിയേ. അങ്ങനെ കൊണ്ടുപോയി ഇത് യാതൊരു ബന്ധമില്ലാത്ത ലെവലിലേക്ക് എവിടേക്കെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന എക്സ്പേർട്ടാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് മനസ്സിൻ്റെ യാത്രകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക തന്നെ വേണം. അതുകൊണ്ട് ഒരു തോട്ട് വന്ന ഉടനെ മനസ്സിന് വേറെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങുക. ഈ കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടില്ലേ, അവർ പേടിച്ച് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കളിപ്പാട്ടം ടക്കാന്ന് കിലുക്കി കൊടുത്തിട്ട് കുട്ടിയുടെ ശ്രദ്ധ അവിടേക്ക് മാറ്റും, കുട്ടി കരച്ചിൽ മാറുന്നു. അതേപോലെ ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യും പോലെ മനസ്സ് ഏതെങ്കിലും കാര്യം കാണിച്ചു തരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം കാണിച്ചു കൊടുത്തുകൊണ്ട് മനസ്സിനെ ബോധ്യപ്പെടുത്തുക, യു ക്യാൻ ഡു ഇറ്റ്, യു ആർ ദിസ്. ഇങ്ങനെ മനസ്സിനെ ഉറപ്പിച്ച് വീണ്ടും കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ പതുക്കെ നമ്മുടെ മനസ്സിന് ട്രെയിനിങ് ആവാൻ തുടങ്ങും. അത് നെഗറ്റീവായിരിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള ദൃശ്യങ്ങളെ കാണിച്ചു തരാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് നമ്മളെ എവിടേക്കെങ്കിലും കൊണ്ടുപോയതിന് പകരം അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ഇതല്ലല്ലോ നിൻ്റെ യാത്ര എന്ന് നമ്മളോട് പറയാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഗെയിമിലൂടെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്നാൽ എനിക്ക് എൻ്റെ മനസ്സിലെ വ്യർത്ഥ സങ്കല്പങ്ങൾ നിർത്താനാവില്ല, നെഗറ്റീവ് അറിയാണ്ട് ചിന്തിച്ചു പോകും. ഇങ്ങനെയുള്ള വീക്ക്നെസ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നേടണോ അത് നേടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ എന്താഗ്രഹിക്കുന്നു അതെൻ്റെ ജീവിതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സിന് ട്രെയിനിങ് കൊടുക്കണം, ഗെയിം അതിനെ പോസിറ്റീവിലേക്ക് മാറ്റണം. എന്നാൽ തീർച്ചയായിട്ടും മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ മിത്രമാകും, നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ടാവും, ഏറ്റവും വലിയ ശക്തിയാകും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.